നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചില്ലേ? ഭാമ ഇങ്ങനെ ഒരു ചതിയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേട്ടാ. ഇനിയിപ്പോ ചെയ്യാനൊന്നുമില്ല. നീ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഭാമനയ്ക്ക് വേണ്ടി ഭാമയ്ക്കൊപ്പം നിന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അഭിയോ ഈ സത്യം അറിയും. ഈശ്വര, ഒരു സമാധാനം ഇല്ലല്ലോ. അമ്മേ, നമ്മൾ ഈ കളിച്ച നാടകത്തിന്റെ പിന്നിലെ ഉദ്ദേശം നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. പിന്നെന്താ? ഭാവനയ്ക്ക് ആശ കൊടുത്തിട്ട് അത് പാലിക്കാൻ പറ്റാതെ ഭാമ വിഷമിക്കുന്നത് കണ്ടപ്പോ നിന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം നീ പറഞ്ഞു. ഭാമ അത് സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ രണ്ടുപേരും ഒരുപോലെ തെറ്റുകാരാണല്ലോ. പിന്നെന്തിനാ ഭാവന എന്നെ തല്ലിയത്? നിന്റെയും എന്റെയും സ്വഭാവം ഭാവനയ്ക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെയുള്ളപ്പോ ഇതുപോലൊരു സത്യം പറഞ്ഞാൽ ആരായാലും തല്ലിപ്പോവും. അപ്പോ ഏട്ടനും അവളെ ന്യായീകരിക്കുമല്ലേ? ഞാൻ അവളെ ന്യായീകരിച്ചൊന്നുമല്ല. ഈ സ്ഥാനത്ത് നീ ആണെങ്കിലും തല്ലുക തന്നെ ചെയ്യും. ഇനിയിപ്പം എന്തെങ്കിലും സംഭവിക്കാൻ സംഭവിച്ചു. നീ ആരും ചതിക്കാനൊന്നുമല്ലല്ലോ നോക്കിയേ. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോ അഭി ഇതറിഞ്ഞ ദേഷ്യപ്പെടില്ല എന്നാണോ ഏട്ടൻ പറയുന്നേ? അഭി എന്നല്ല, ആര് ദേഷ്യപ്പെട്ടാലും പറയാൻ നിന്റെ ഈ കാരണമുണ്ടല്ലോ. പിന്നെന്താ? ഞാൻ പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല ഏട്ടാ. നീ ഇങ്ങനെ എല്ലാത്തിനും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മോളെ നീ വിട്ടുകൊടുക്കാതിരുന്നാണ് പ്രധാന പ്രശ്നം. അല്ലെങ്കിൽ ചിലപ്പോ ഭാമ ഇത് ഭാവനയോട് പറയില്ലായിരുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ മോളെ പിന്നെ നീ കാണില്ലെന്ന് ഭാമയോട് പറഞ്ഞപ്പോ അവള് പേടിച്ചുപോയി. അങ്ങനെയാണ് ഭാവനയോട് അവള് സത്യം പറഞ്ഞത്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാ ഞാൻ മോളെ വിടാതിരുന്നേ. സത്യം പറഞ്ഞാൽ ആവശ്യത്തിന് ബുദ്ധി ഉപയോഗിക്കാൻ നിനക്ക് ഇപ്പോഴും അറിയില്ല. അതാ നിന്റെ കുഴപ്പം. ഇവിടെ ഇപ്പം ഭാവന തന്നെ ജയിച്ചില്ലേ? അതാണ് അവള്. ഏത് രീതിയിൽ അവളെ കുരുക്കാൻ ശ്രമിച്ചാലും അവൾ അതിൽ നിന്ന് രക്ഷപ്പെടും. അല്ല, അതെന്താ അങ്ങനെ? അപ്പോ ഭാവനയുടെ അച്ഛൻ അവളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കില്ലമ്പേ. അതൊക്കെ വെറുതെ പറയുന്നതാ. അല്ല, ചിലപ്പോ ശരിയായിരിക്കും ഏട്ടാ. അവളിത് എപ്പോഴും പറയാറുള്ളതാ. അമ്പേ, നീ ആ വിഷയം വിട്ടിട്ട് വേറെ എന്തെങ്കിലും പറ. അപ്പം ഏട്ടനും പേടിയുണ്ടല്ലേ? പേടിയൊന്നുമില്ല. എന്നാലും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമതെന്റെ സമയം തീരെ ശരിയല്ല. വരാനുള്ളത് വണ്ടിയും പിടിച്ചാ വരുന്നേ. എന്നാ പിന്നെ ഏട്ടൻ തന്നെ പറഞ്ഞാ മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ഒന്നിനും പോകണ്ട. ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ആലോചിച്ച് ചെയ്യാൻ നോക്ക്. ഭാമയും അഭിയും തമ്മിൽ അകറ്റാൻ നോക്കി അവർക്കിപ്പോ മക്കൾ രണ്ടായി. എന്തായാലും ഇനിയൊരു അവസരം കിട്ടുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. നീ സമാധാനപ്പെട്. നമ്മുടെ ഉപാസനാമൂർത്തികള് നമുക്കൊരു അവസരം കൊണ്ട് തരും. നല്ല കൈപ്പേറിയ പച്ചില കൂട്ടാണ്. ഒറ്റ സ്റ്റെപ്പിന് കുടിച്ചോണം. എണീറ്റുള്ളൂ. കുടിക്കണ്ടേ?
ഇത് പെട്ടെന്നുണ്ടായ ഷോക്കി സംഭവിച്ചതാ, പേടിക്കാനൊന്നുമില്ല. പേരക്കുട്ടിയെ കിട്ടുമെന്നുള്ള അമിത പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഡിപ്രഷനാണ് ബോധക്ഷയം വരാനുണ്ടായ പ്രധാന കാരണം. അല്ലാതെ മുൻപുണ്ടായിരുന്ന അസുഖമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. സത്യം പറഞ്ഞ കാറിൽ വെച്ച് അമ്മയ്ക്ക് സ്വബോധം തിരിച്ചു കിട്ടിയെങ്കിലും ഹോസ്പിറ്റലിൽ പോണോ ഇവിടെ സ്വാമിജിയുടെ അടുത്ത് വരണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്വാമിജിയുടെ കീഴിലാണല്ലോ അമ്മയുടെ അസുഖം മാറിയത്. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട് സ്വാമിജി. ഞാൻ ഈ വിഷയം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ആന്റിയും സൂര്യയെല്ലാം വീട്ടിലേക്ക് വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഭാവന. ഈ ഒരു യാഥാർത്ഥ്യം എപ്പോ ജയനിർമ്മല അറിഞ്ഞാലും ഇപ്പോ സംഭവിച്ചെന്ന് സംഭവിക്കും. കാരണം അത്രമാത്രം അമിത പ്രതീക്ഷയാണ് സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി ജയനിർമ്മല നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ഞാനീ പറയുന്നതിന്റെ പൊരുൾ ജയനിർമ്മലയുടെ ബോധമനസ്സ് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ഉപബോധ മനസ്സിൽ പേരക്കുട്ടിയെ വേണമെന്നുള്ള അമിത പ്രതീക്ഷയെ ഉണ്ടാകൂ. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ബ്രെയിൻ. ഓർമ്മ വെച്ച കാലം മുതലുള്ള 60% കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എപ്പോ വേണമെങ്കിലും ആ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള കഴിവ് ബ്രെയിനിലുണ്ട്. ഇതിലെ വിഷമഘട്ടത്തിലുള്ള ഓർമ്മകളാണ് ഒരു വ്യക്തിയെ മെന്റൽ ഡിപ്രഷനിൽ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ഓരോ വ്യക്തിക്കും ഓരോ വിധത്തിലായിരിക്കും പ്രതികരണം ഉണ്ടാവുന്നത്. ജയനിർമ്മലയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളോടൊപ്പം അമിതമായ പ്രതീക്ഷകൾ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ പുരുഷന്മാരിലാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അവരിൽ പലരും അഭയം തേടുന്നത് ലഹരി പദാർത്ഥങ്ങളിലായിരിക്കും. അത്തരക്കാരെ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അമ്മയ്ക്കിനി തുടർ ചികിത്സ എന്തെങ്കിലും വേണോ സ്വാമിജി? ഇപ്പൊ നിർബന്ധമില്ല. എങ്കിലും ഒരാഴ്ചത്തെ ചികിത്സ കൊടുത്താൽ നന്നായിരിക്കും. മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവുണ്ടാവും. അമ്മ എന്തു പറയുന്നു? ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല മോനെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് ആലോചിക്കാം. നിർബന്ധമില്ല ജയനിർമ്മലേ. ജയനിർമ്മലയ്ക്ക് എപ്പോ തോന്നുന്നു അപ്പോ വന്നാൽ മതി. ശരി സ്വാമിജി. കുറച്ചു ദിവസത്തേക്ക് അധിക നേരം ഒറ്റയ്ക്കിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളാണ് പിരിമുറുക്കം സൃഷ്ടിക്കുന്നത്. അത്തരം ചിന്തകളാണ് ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഒരു പേഷ്യന്റിനോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളോടും. എങ്കിലേ ഓരോ സമയവും വരെ ശ്രദ്ധിക്കാൻ പറ്റൂ. സ്വാമിജിയിൽ നിന്നും പുതിയ ഓരോ അറിവുകളാ ഓരോ പ്രാവശ്യം കിട്ടുന്നത്. അനുഭവങ്ങളാണ് ഭാവന നമ്മുടെ എല്ലാ അറിവുകള്. അതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആ അറിവുകൾ സ്വായത്തമാക്കണം. ആന്റിക്ക് തുടർന്ന് എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ സ്വാമിജി? ഈ ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റാൻ ഞാൻ ഒരു ഔഷധം തരാം. തൽക്കാലം അത് മാത്രം മതി, മറ്റൊന്നും വേണ്ട. ഇപ്പോ ജയനിർമ്മല തികച്ചും നോർമലാണ്. ജയനിർമ്മലേ, ആദ്യം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകും. ഞാനിനി ശ്രദ്ധിച്ചോളാം സ്വാമിജി. എന്നാ ഓക്കെ. എന്തുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി. ശരി സ്വാമിജി. പിന്നെ ഇപ്പോ മരുന്ന് കഴിച്ചല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് പുറപ്പെടാം. അല്പനേരം വിശ്രമിക്കട്ടെ. ശരി. ശരി.